ശ്രീ കെ ജെ ജേക്കബ്. അതായത് വെറും 35 ദിവസം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദ്രുതഗതിയിൽ ഈ സമരത്തിനൊരു പരിഹാരം കാണാൻ മോദി സർക്കാർ ജനാധിപത്യപരമായി ഇടപെട്ടു. ഇത് തങ്ങളുടെ കൂടി വിജയമാണെന്ന് ABVPക്ക് തോന്നുന്നു. ശ്രീ കെ ജെ ജേക്കബ്, അതിൽ തെറ്റുണ്ടോ? ഞാനത് തള്ളിക്കളയല്ല. കാരണം RSS ഈ സർക്കാരിനോട് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നിലപാട് എടുത്തു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ABVP RSSൻ്റെ സംഘടനയാണ്. RSSൻ്റെ നേതാവ് ഇന്ന് രാവിലെ പറഞ്ഞത് ഇങ്ങനെയല്ല ഈ സമരത്തെ നേരിടേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ABVPക്കാരൻ്റെ ജസ്റ്റിഫിക്കേഷൻ ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ ശരിക്കും പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നത് അതല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഈ സമരക്കാർ അവർ സാധാരണഗതിയിൽ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, നല്ലോണം കേൾക്കാം. കേൾക്കാമല്ലോ അല്ലേ? സമരക്കാർ അവർ തുടങ്ങിയത് നീറ്റുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് അവർ പ്രധാനമന്ത്രിയെ ഉന്നം വെക്കുന്നതായിട്ടാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ട്, BJP RSSന് നല്ല ബോധ്യമുണ്ട്, ഈ സമരം ഒരു ഘട്ടം കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് BJPയും ഗവൺമെൻറ്റും എത്തിയാൽ അവരെ സംബന്ധിച്ച്, സമരക്കാരെ സംബന്ധിച്ച് അവർ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ടാർഗറ്റ് ചെയ്യും. അവർ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രധാനമന്ത്രിയെ തന്നെയായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ശ്രീ ആദർശ് പറഞ്ഞതുപോലെ ഇതൊരു സിസ്റ്റമിക് പ്രശ്നമാണ്. നമ്മൾ കാണുന്നത് പോലെ ചെറിയൊരു പ്രശ്നമല്ല. ഈ NTA നമ്മൾ കാണേണ്ട ഒരു കാര്യം, NTA എന്ന് പറയുന്ന ഏജൻസി 65 ലക്ഷം കുട്ടികളാണ് അവർ നടത്തുന്ന പരീക്ഷകൾ ഒരു വർഷം എഴുതുന്നത്. 65 ലക്ഷം കുട്ടികൾ. അങ്ങനെ എഴുതുന്ന സംവിധാനത്തിൽ ഒരൊറ്റ പെർമനൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനില്ല. കഴിഞ്ഞ ദിവസം ശ്രീ ഡോക്ടർ V ശിവദാസൻ MP-യുടെ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യത്തിനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടിയാണ്. ഒരൊറ്റ പെർമനൻ്റ് ഉദ്യോഗസ്ഥനില്ലാത്ത ഒരു ഏജൻസി, 65 ലക്ഷം കുട്ടികൾ, ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട അക്കാഡമിക് എൻട്രൻസ് എക്സാമിനേഷനുകളും നടത്തുന്ന ഒരു ഏജൻസി, എത്ര കാഷ്വലായിട്ടും ക്രിമിനലുമായിട്ടാണ് ഈ സർക്കാർ ആ ഏജൻസിയെയും ഈ പരീക്ഷകളെയും കണ്ടത് എന്നുള്ളതിൻ്റെ തെളിവാണത്. ഈ കണക്ക് കാണിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വെച്ച് പറയും നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനെ കുറിച്ച്. 50%-ലധികം കുട്ടികൾ, മനുഷ്യർ 30 വയസ്സിൽ താഴെയുള്ളവരായ ഒരു രാജ്യത്തെ കുട്ടികളോട് ഈ സർക്കാർ കാണിച്ച ക്രിമിനലായിട്ടുള്ള നിരുത്തരവാദപരമായ നിലപാടാണ്. ഈ കണക്കുകളടക്കം പിന്നെ നമ്മുടെ നാട്ടിൽ അതിഭീകരമായിട്ട് തൊഴിലില്ലായ്മ, ഈ കുട്ടികൾ കണക്കെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ കണക്കെടുക്കാൻ തുടങ്ങിയാൽ ഈ ധർമ്മേന്ദ്ര പ്രധാനിലല്ല അവർ ചെന്ന് നിൽക്കുക എന്ന നല്ല ബോധ്യം അവർക്കുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിൽ കൂടി കുട്ടികളോട് സംസാരിച്ചല്ലോ. അതാണ് അദ്ദേഹം നടത്തിയ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 12 വർഷത്തിൽ അദ്ദേഹത്തെ നടത്തിയ ഏറ്റവും ടാക്റ്റിക്കലായിട്ടുള്ള മിസ്റ്റേക്ക്. അത് വന്നതുകൂടി നരേന്ദ്രമോദിക്കെതിരെയുള്ള ഈ ജെൻസി പ്രക്ഷോഭകരുടെ അവർക്ക് മനസ്സിലായി തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കെടുക്കേണ്ടത് പ്രധാന കാര്യം മാത്രമല്ല, നരേന്ദ്രമോദിയിലേക്ക് തന്നെ പോകണം എന്നുള്ളത്. എൻ്റെ ഉറച്ച വിശ്വാസം എന്നുള്ളത് ഈ സമരത്തിൻ്റെ ലക്ഷ്യം ധർമ്മേന്ദ്ര പ്രധാനിൽ നിന്നും പ്രധാനമന്ത്രിയിലേക്ക് മാറും എന്ന് കണ്ടപ്പോൾ മാത്രമാണ്. അതല്ലാതെ കുട്ടികളോട് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുള്ളത് കൊണ്ടല്ല. ഒരു ജനാധിപത്യ ഭരണകൂടവും അവരുടെ പൗരന്മാരോട് ചെയ്യാത്ത തരത്തിലുള്ള മര്യാദ കേട്ടാണ് എന്തുമാത്രം തല്ലാണ് കുട്ടികൾക്കുണ്ടത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ABVPക്കാരൻ പറയുന്നുണ്ട് കുട്ടികളുടെ ആവശ്യം ന്യായമാണെന്നും. ഇങ്ങനെ ന്യായമായിട്ടുള്ള അവകാശമുള്ള സാധാരണ കുട്ടികളുടെ 16, 17, 18 വയസ്സുള്ള കുട്ടികൾ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്ന നമ്മൾ കണ്ടതല്ലേ. എന്നിട്ടാണ് അവർ ഈ കുട്ടികളുടെ ആവശ്യത്തോട് സർക്കാരുടെ താല്പര്യമുണ്ടായിരുന്നത്. ഒന്നുമല്ല, നല്ല പേടി കുടുങ്ങി, നല്ല പേടി. ഇന്ത്യയിലെ ചെറുപ്പക്കാർ വഴിയിലിറങ്ങി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുമെന്നുള്ള ഭയം കുടുങ്ങിയപ്പോഴാണ് തൽക്കാലത്തേക്ക് ഒരു കാലാൾ മാത്രമായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനെ ബലി കഴിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. ഇനി ഇവരൊക്കെ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈ ആദർശിൻ്റെയും അവരുടെ സംഘടനയും ഈ കഴിഞ്ഞ സമരം നടത്തിയ ആൾക്കാരും ഈ ചെറുപ്പക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഈ കോർപ്പറേറ്റ് ഹിന്ദുത്വ ഭരണകൂടത്തെ, ഇങ്ങനെ മനുഷ്യരുടെ ജീവിതത്തെ അലമ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തെ നിലനിർത്തണോ വേണ്ടയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ കയ്യിലേക്ക് ആ തീരുമാനം എത്തും എന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച ഒരു കുറുക്കുപണി മാത്രമാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അതല്ലായിരുന്നെങ്കിൽ BJPയുടെ തന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് സ്ട്രക്ചർ
എന്ന് പറയുന്നത് ഇവിടുത്തെ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് മനുഷ്യരാണ്. അവരുടെ ജീവിതത്തെ ഇത്രയധികം അസ്വസ്ഥമാക്കിയ ഒരു പ്രശ്നത്തിൽ ആ മന്ത്രിയോട് മാറി നിൽക്കാൻ എന്നേ പറയേണ്ടതായിരുന്നു, ചെയ്തില്ലല്ലോ. എന്ന് മാത്രമല്ല, ഈ കുട്ടികളെ ഭീകരമായി തല്ലി ഒതുക്കാനാണ് ശ്രമിച്ചത്. എന്താണ് ഇവരൊക്കെ പറഞ്ഞത്? NSA വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമരം ചെയ്യുന്ന ആളുകൾ മുഴുവൻ തിഹാറിലിടുന്നല്ലേ കേരളത്തിൽ പോലും പറഞ്ഞു നടന്നത്. എന്നിട്ട് എന്താ ഈ NSAക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത്? അപ്പം ഭയപ്പെട്ടിട്ടാണ് നരേന്ദ്രമോദിയും RSSും BJPയും ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ മനുഷ്യർ, ചെറുപ്പക്കാർ ഈ സർക്കാരിനെതിരുള്ള ഓഡിറ്റിങ് ഇനിയും തുടരണമെന്നുള്ളതാണ്. ഇവർ പറയട്ടെ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഈ രാജ്യത്തെ അവർ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയെന്ന് അവർ പറയട്ടെ. അതുകൊണ്ട് ഇത് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം മാത്രമാണ്. അതല്ലാതെ കുട്ടികളോട് ഏതെങ്കിലും ഇതിൽ താല്പര്യം ഉണ്ടായിട്ട് ചെയ്ത കാര്യമൊന്നുമല്ല. തീർച്ചയായും